Good morning, madam. Good morning. I'm Jomon T. Vincent from Sri Venkateswara Mills. You owe me a check. Sorry, sir. I haven't got your account statement. Madam, just check your email, madam. I sent it yesterday, sir. അതെ, എക്സ്പോർട്ട് ചെയ്ത ലിസ്റ്റ് ലക്ഷ്മിക്ക് കൊടുത്തല്ലോ. ലക്ഷ്മിയെ വിളിച്ചാൽ മതി. ശരി. മലയാളിയാണല്ലേ? മലയാളം അറിയാം. ഓ സർ, നിങ്ങളുടെ മെയിൽ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. മെയിൽ കിട്ടാതെ ചെക്ക് ചെയ്യാൻ പറ്റില്ല. വെരി സോറി. മാഡം, ഈ ഡാറ്റ റീചാർജ് ചെയ്ത് വരുമ്പോഴേക്ക് സമയമായി. അതുകൊണ്ട് ഇവിടുത്തെ വൈഫൈ പാസ്വേഡ് തന്നാൽ ഞാനിപ്പോൾ തന്നെ അയച്ചേക്കാം. കമ്പനിയുടെ വൈഫൈ പാസ്വേഡ് പറഞ്ഞിരുന്ന പ്രശ്നമില്ല. ഇത് മലയാളി തന്നെ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. மேனேஜர் சார், எக்ஸ்கியூஸ் மீ சார், நான் ஒரு விஷயம் கேட்கலாமா? கேளுங்க. சார், நீங்கள் மலையாள படத்தில் நடிச்சிருக்கீங்களா? நானா? சார், மலையாளத்தில் ஒரு ஸ்டாருக்கு சாரோட டிட்டோ ஃபேஸ் கட். சும்மா சொல்லாதீங்க தம்பி. நிஜம் சார், நான் வேணா காமிக்கிட்டா? காட்டு. ஹலோ, நான் பிஸியாக இருக்கிறேன், அப்புறம் கூப்பிடுங்க. நம்மள மாதிரியா? நெட் கிடைக்கல சார். இங்கே வைஃபை இருக்கா? சார், பாஸ்வேர்டு கொஞ்சம் கொடுங்க சார். தேங்க்யூ. சார், ஸ்டார். ஐயோ, சாரி சார். சார், இது ஃபுல் மேக்கப் சார். ரியல் லைஃப்ல ரொம்ப ஹேண்ட்ஸமா இருப்பார். தேங்க்யூ சார். മാഡം, ഇനി പാവപ്പെട്ട വല്ല സെയിൽസ്മാന്മാരും അത്യാവശ്യത്തിന് വൈഫൈയുടെ പാസ്വേഡ് ചോദിച്ചാൽ പറഞ്ഞു കൊടുത്തേക്കും. വൈദേഹി 1 2 3. പേര് വൈദേഹി എന്നാണല്ലേ? ഈ 1 2 3 ഇനീഷ്യലാണോ? ഹാവ് എ നൈസ് ഡേ. വെൽക്കം ടു ന്യൂ യമാൻജ ഗാർമെന്റ്സ്. മുസ്താഖ് ആൻഡ് ജോമോൻ. എങ്ങനെയുണ്ട്? ആ പഴയ ബോർഡ് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതല്ലേ ബാക്കിയുള്ളൂ. നല്ല ചേർച്ച. തക്കാളിപ്പെട്ടിക്ക് ഗോത്രേജ് കൂട്ടിട്ട് പോലും. വന്ന് നോക്കളിയാ, കണ്ടിട്ട് പറ. വാ, തലയിടിക്കല്ലേ കേട്ടോ. ദേ ഇതാ. ഇതെന്താ ഗുഹേ? വാടാ. ഇത് നിന്റെ ഹൈറ്റാണോ ഉണ്ടാക്കിയത്? വമ്പൻ സെറ്റപ്പാണല്ലോ. അതിനോ? ദേ അക്കൗണ്ട് ബുക്ക്. കണക്കുകളൊക്കെ നീ തുടക്കത്തിലേ നോക്കണം. എൻ്റെ മേലൊരു കൺട്രോൾ ഉണ്ടാകുന്നത് നല്ലതാ. കമ്പനി പ്രോഫിറ്റിലേക്ക് നീങ്ങി തുടങ്ങിയത് നീ ശ്രദ്ധിച്ചാ? 900 രൂപ. എന്തേ? എടാ, നീ പിക്കപ്പ് വിളിക്കാൻ ചിലവാക്കി 1200 രൂപയ്ക്ക് വരും. അതുപോലെ ബസ്സിൽ കയറ്റി കൊണ്ടുവരുന്നെങ്കിൽ 100 രൂപ ഉള്ളായിരുന്നു. എങ്കിൽ ലാഭം 2000 ആയി. ബസ്സില്ല, ഞാനാ. നീ ആരാടാ? കപ്പലണ്ടിക്കാരന്റെ കച്ചവടവും കപ്പൽ മുതലാളിയുടെ ലൈഫ് സ്റ്റൈലും. ഒരു പിക്കപ്പ് വിളിച്ച കപ്പൽ മുതലാളിയാവോ? എടാ, ഗ്രാസ് റൂട്ട് ലെവലിൽ കഷ്ടപ്പെടാതെ ഒരുത്തനും ഒന്നും ആയിട്ടില്ല. ഇതൊക്കെ നീ എപ്പോ പഠിച്ച്? പഠിപ്പ് തുടങ്ങിയിട്ടേ ഉള്ളൂ മോനെ മുസ്താഖേ. நானே உன்ன மாதிரி டெய்லராக தான் இருந்தேன். அதுக்கப்புறம் தான் மேனேஜர். குட் மார்னிங் சார். ஜோமோன், ஸ்ரீ வெங்கடேஸ்வரா மில்ஸ். சார், ரொம்ப நாளா ஆர்டர் ஒன்றும் கிடைக்கல. இந்த ஆர்டர் விஷயம் எல்லாமே வைதேகி பார்த்துக்கிறா. நீங்கள் அவகிட்ட போய் கேளுங்க. சரி சார், தேங்க்யூ. ஓகே. பல்லவே பார்க்குறேன். ഗുഡ് മോർണിംഗ് മിസ് വൈദേഹി മാഡം. അതെ, ശ്രീ വെങ്കടേശ്വര മിൽസും ഈ കമ്പനിയും തമ്മിൽ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഇതേ ഓർഡർ ഒന്നും കിട്ടിയില്ല. മാനേജർ കയ്യിൽ നിന്ന് കിട്ടിയില്ലേ? മാനേജർ പറഞ്ഞു വൈദേഹി മാഡം ആണ് ഇവിടുത്തെ ഓൾ ഇൻ ഓൾ. ഓർഡർ വേറെ കമ്പനിക്ക് കൊടുത്തു. വേറെ കമ്പനി കൊടുത്തു? ആർക്ക്? കമ്പനിയുടെ വൈഫൈ പാസ്വേഡ് ചോദിക്കാത്ത ഓവർ സ്മാർട്ട് അല്ലാത്ത ഒരു പാവപ്പെട്ട സെയിൽസ്മാന് കൊടുത്തു. അയ്യോ, മിസ് വൈദേഹിനെ തെറ്റിദ്ധരിച്ചു. ഞാനും പാവമാണ്. കണ്ടാൽ അങ്ങനെ തോന്നില്ലെന്നേ ഉള്ളൂ. ഓക്കെ, കൂൾ. മെയിൽ ചെക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ വൈഫൈയുടെ പാസ്വേഡ് മാറ്റി. ഓൾറൈറ്റ്. പക്ഷെ അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോഴേക്കും മിസ് വൈദേഹിക്ക് എന്നോടുള്ള കോപം മാറണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ഒരു ചെറിയ കാര്യം കൂടി ചോദിച്ചോട്ടെ? മിസ് വൈദേഹി ആരോടെങ്കിലും ബെറ്റ് വെച്ചിട്ടുണ്ടോ? വാട്ട്? ജീവിതത്തിൽ ഒരിക്കലും മുഖത്തെ മാംസപേശികൾ ചിരിക്കാനായി ചലിപ്പിക്കില്ലെന്ന്. മിസ് വൈദേഹി, നമ്മുടെ ഉള്ളിലെ ദൈവത്തിൻ്റെ പ്രസാദമാണ് മുഖത്ത് തെളിയുന്ന ഈ ചിരി. ദൈവം ഒരുപാട് പേർക്ക് ഫ്രീ ആയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വെച്ചിരിക്കുന്ന പ്രസാദമാണ്. നമ്മൾ ചിരിക്കാതിരുന്ന വേസ്റ്റായി പോകുന്നു. അതുകൊണ്ട് കുട്ടിക്ക് പ്രയാസമുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. എങ്കിലും ഒന്ന് ശ്രമിച്ചോ. വാട്ട്? പ്ലീസ് ട്രൈ ടു സ്മൈൽ അറ്റ്ലീസ്റ്റ് വൺസ് എ ഡേ. ദൈവത്തിൻ്റെ പ്രസാദമാണ്, അതുകൊണ്ടാണ്.
അത് മുസ്താക്കെ, നീ ഇതെന്ത് കളിയാ കളിക്കണേ? ബസ് ഇപ്പൊ പോവും. അളിയ ഇന്ന് കൊടുക്കേണ്ട കുറേ ഷഡ്ഡികൾ ഇതുവരെ എലാസ്റ്റിക് ഒന്നും പിടിപ്പിച്ചിട്ടില്ല. ഞാൻ അതിന്റെ ഓട്ടത്തിലാ. അളിയനൊരു കാര്യം ചെയ്യും, ഇന്നത്തേക്ക് കൂടി ഒരു പിക്കപ്പ് വിളിക്കും. പിക്കപ്പ് എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. എടാ, അധ്വാനിച്ച് ജീവിക്കേണ്ട എങ്ങനെയാണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു. அண்ணா அது கொஞ்சம் மேலே வைக்க ஹெல்ப் பண்றீங்களா? சரி தம்பி. രാവിലെ വർക്കൗട്ട് ചെയ്യാൻ മറന്നുപോയി. മിസ് വൈദേഹിയൊന്നും ഈ ബസ്സിലാണോ പോണത്? നിങ്ങളിപ്പോഴും ശ്രീ വെങ്കടേശ്വരം മില്ലിൽ തന്നെയല്ലേ വർക്ക് ചെയ്യുന്നത്? അതെ. പുതിയ ഓർഡർ റെഡി ആകും. ഇത് കമ്പനി ജോലിയോ അതോ ഡ്യൂട്ടിക്കിടയിലെ സൈഡ് ബിസിനസ്സോ? അങ്ങനെയൊന്നുമില്ല. നിങ്ങളിങ്ങനെ സൈഡ് ബിസിനസ് ചെയ്യുന്നത് കമ്പനിക്ക് അറിയാമോ? ഇല്ല. എങ്കിൽ ഞാൻ പറഞ്ഞോളാം. അയ്യോ, ചതിക്കല്ലേ മിസ് വൈദേഹി. നിങ്ങളുടെ മുതലാളി എനിക്ക് നേരിട്ട് അറിയാം. ഇത് കോട്ടജാതി എന്നാണോ? വണ്ടി പോളാ. പടിയിൽ നിൽக்கிறவன்லாம் உள்ளவா? அங்க என்ன பிரச்சனை? 10 நிமிஷம் வெயிட் பண்ண மாட்டானுங்களா? வண்டி அடியா இப்படியே வண்டி எடுக்க போறியா? கட்டிங் போறியா? என்ன திமிரா பேசுறியா? சொன்னா கேளு. இத்தனை பேரோட உயிரோட வளரியா? வண்டி எடுக்க கூடாது. டேய், 4 வருஷமா இந்த ரூட்ல இப்படி தான் குஸ்ட் ஓட்றேன். இப்போ வந்து பேச. உசுர பேர் தெரிய மாட்டே உனக்கு. இத பாரு. இன்னைக்கு வண்டி போகாது. எப்படி போறீங்கன்னு பாக்குறேன். எல்லாம் நடந்து போங்கடா. டேய், போ சொல்றா. வண்டி போகாதடா. டேய், டேய். எவனுக்கா தைரியம் தான். சாவியை பார். எட்ரா பார்க்கலாம். டிரைவரோட பிரமாதமா வண்டி ஓட்டுறீங்க. இனிமேல் தண்ணி அடிச்சுட்டு அவன் வண்டி ஓட்டவே மாட்டான். ஒரு ஆள் இருக்கணும். இருந்தா தான் அவங்க மாதிரி எல்லாம் ஒளி சரிங்க. தந்தானே 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 தானே தானே.
இங்கே நிறுத்துங்க. சரிங்க. போதும் போதும். விடுங்க சார், நான் எடுத்துக்கிறேன். அண்ணா டவுனுக்கு நெக்ஸ்ட் பஸ் எத்தனை மணிக்கு? நெக்ஸ்ட் பஸ்ல காலையில 7 மணிக்கு. കാലത്ത് 7 മണിക്കോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അളിയനെ ഇനിയെങ്കിലും ഒരു കാര്യം ചെയ്യും, ഒരു പിക്കപ്പ് വിളിച്ച് വേഗം ഇങ്ങ് വാ. പിക്കപ്പ്? ഇനി ആ വാക്ക് നീ മിണ്ടി പോരുത്. വെക്കടാ ഫോൺ. പിക്കപ്പ് ആണ്. யார் இவன் ஒத்த ஆளா நிக்கிறேன்? கொள்ளக்காரனா இருப்பானா? சார் 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 இங்க பிக்கப் எழுதும் கிடைக்குமா? பிக்கப்பா? இதெல்லாம் டவுனுக்கு எடுத்துட்டு போறதுக்கு. அதெல்லாம் இங்க கிடைக்காது. தங்குறதுக்கு ஒரு லாட்ஜும் கிட்டுமா? മലയാളിയാ? അതെ. ഇങ്ങ ലാഡ്ജ് ഒന്നും ഇല്ല സാർ. പക്ഷെ ഞാനിന്ന് അവിടെ കിടക്കും. എവിടെ വേണമെങ്കിൽ കിടക്കാം. ചിലപ്പോ വല്ല പാമ്പ് പേയപ്പെട്ടി വരും. വേറെ എന്താ പ്രശ്നയും ഇല്ല. ஐயோ, நீங்க தனியா நின்னதை பார்த்து கொள்ளக்காரன் நினைச்சிட்டேன். தப்பா எதுவும் எடுத்துக்காதீங்க. இவ்வளோ லேட் ஆகும் நினைக்கல சார். அம்மா, சரக்கு எடுக்க வந்திருக்காப்புல, பஸ் மிஸ் ஆகி போச்சு. மலையாளி. இது என் பொண்ணு வைதேகி. ஹலோ. நல்லா கூச்சப்படாம சாப்பிடுப்பா. நான் ஏன் இந்த கஞ்சி சாப்பிட்றேன் தெரியுமா? இதில் தான் வைட்டமின் இ இருக்கு. அப்பா. சரி, போடு போடு. മിസ് വൈദേഹി, താങ്ക്സ് കേട്ടോ. ബസ് ഓടിച്ച് വലിയ ഹീറോ ആയല്ലോ. നാട്ടില് ബസ് ഡ്രൈവർ ആയിരുന്നോ? നാട്ടില് ഞങ്ങൾ കുറെ ബസ് ഉണ്ടായിരുന്നു സ്വന്തമായിട്ട്. അല്ല, ദൈവത്തിന്റെ പ്രസാദം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങിയല്ലേ. എനിക്ക് നിങ്ങളുടെ ഗ്രാമം ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. സോ ബ്യൂട്ടിഫുൾ. എക്സെപ്റ്റ് ദിസ്. ആക്ച്വലി ഞങ്ങൾ ടൗണിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോവാ. ഓ, അവിടെ പുതിയ വീടിന്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ യാത്ര ഒഴിവായി കിട്ടും അല്ലേ? അതെ, പക്ഷെ വീട് വിചാരിച്ചാൽ ഇത്തിരി വലുപ്പം കൂടി. ഇപ്പൊ ഫിനിഷിംഗ് സ്റ്റേജിലാ. വൈദേഹി നന്നായി മലയാളം പറയുന്നു. അമ്മയുടെ വീട് പാലക്കാടാ. ഞാൻ വന്നിട്ടുണ്ട്. നിങ്ങളുടെ കേരളത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താണെന്നറിയോ? ആയിനോ ഗ്രീനറി, അല്ലെങ്കിൽ മഴ, ഉറപ്പുഴ. ഇതൊക്കെയാണല്ലോ നോസ്റ്റാൾജിയ. മത്തി. മത്തിയോ? വറുത്തതും ഇഷ്ടമാണ്, കറി വെച്ചതും ഇഷ്ടമാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണല്ലോ, പിന്നെന്താ ഇത്ര അൺറൊമാൻറ്റിക് ആണോ മത്തി? ഏയ്, ഒരിക്കലുമല്ല. ഇന്ന് മുതൽ കേരളത്തിലെ ഏറ്റവും റൊമാൻറ്റിക് ആയ സാധനം മത്തിയാണ്. அப்பாடி வந்துட்டாரு. என்ன சார் இவ்வளவு லேட்டா வரீங்க? സോറി, ஃபர்ஸ்ட் டே തന്നെ ലേറ്റ് ആവാൻ പാടുണ്ടോ സാർ? മോൻ ഇറങ്ങാൻ ലേറ്റായി. മോൻ ഇറങ്ങിയ കുഴപ്പമാ. சரி வாங்க. சார் ஏன் நிக்கிறீங்க? പെരുമാള, ഇത് ഭയങ്കര സംഭവമാണ്. அதனால தான் திருப்பூர் தேடி எல்லா டெக்ஸ்டைல் பிசினஸும் வந்துட்டு இருக்கு. இதை இங்க மட்டும் தான் பார்க்க முடியும். சார், இது உங்க சீட்டு, இது ஏன் சீட்டு. ஸ்டார்ட் பண்ணுங்க. പെരുമാളെ, ஆ, കുറെ കാലം ഇതൊക്കെ തൊട്ടിട്ട് ടച്ച് വിട്ടിരിക്കുക. அதனால என்ன பரவாயில்ல சார். பண்டத்து போல எல்லா வேலையும் நீங்களே செய்யணும்னு அவசியமே கிடையாது. நான் சொன்ன மாதிரி காலையில இருந்து சாயங்காலம் வரைக்கும் சிங்கிள் ஸ்டிச் பண்ணா போதும். ഈ സിംഗിൾ സ്റ്റിച്ച് சார், டைம் பாஸ் பண்ணணும் நீங்க தானே சொன்னீங்க. சும்மா டைம் பாஸ் பண்ணுங்க, உட்காருங்க. ഈ ട്രീറ്റിന്റെ കാരണം ഇപ്പോഴും പറഞ്ഞില്ല. അല്ല, അന്ന് വൈദേഹി തന്ന റെഫറൻസ് കൊണ്ടാ ഞങ്ങളുടെ കമ്പനിക്ക് നല്ലൊരു ഓർഡർ കിട്ടിയത്. ഇറ്റ്സ് ഓക്കെ. സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞങ്ങൾക്കൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റിയത് അല്ലേ? ആ, 1 minute. ഷുവർ.
அம்மா இன்னும் அந்த பில்டிங் மெட்டீரியல்ஸ் பணம் கிடைக்கல? இந்த மாதம் சேலரியில் கொஞ்சம் கொடுத்துட்றேன். அடுத்த மாதம் மொத்தமாக செட்டில் பண்ணிடுறேன் சார். போன மாதமும் இதே தான் சொன்னீங்க. ஐயோ இல்லை சார், இந்த வாட்டி கண்டிப்பாக கொடுத்துட்றேன். ஓகே சார். വീട് പണി നടക്കുന്നുണ്ടല്ലോ, അതാ. ഓ, പറയുമ്പോൾ തെറ്റായി തോന്നരുത്. ആ ഓർഡർ കിട്ടിയപ്പോൾ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചത്, പ്രോഫിറ്റിന് ഒരു ഷെയർ വൈദേഹിക്കുള്ള. എനിക്കോ? എന്തിന്? നീ ആ ബാഗ് നിർത്തി. എനിക്കൊന്നും വേണ്ട. Are you trying to bribe me? ഒന്നും പറയരുത് പ്ലീസ്. വീട് പണിയൊക്കെ നടക്കുകയല്ലേ, കാശിന് ആവശ്യം വരും. ബട്ട് ജോമോൻ, ഞാൻ ഓക്കെ, ബസ്സിന് സമയമായി, ഞാൻ ഇറങ്ങാം. ബൈ, താങ്ക് യു. ഞാനൊന്ന് ബസ് സ്റ്റോപ്പ് ആക്കിയിട്ട് വരാം. ആ ചെല്ലി ചെല്ലി. കാശ് തന്നതിലുള്ള പ്രതിഷേധമാണ് ഇപ്പോഴും. ആക്ച്വലി എനിക്ക് കുറച്ച് കാശിൻ്റെ അത്യാവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ ചോദിക്കാൻ മാത്രം അടുപ്പമുള്ള ഫ്രണ്ട്സൊന്നുമില്ല. അമ്മ മരിച്ചപ്പോൾ ഞാൻ വല്ലാതെ ഒതുങ്ങിപ്പോയി. ചിരിക്കാൻ പോലും മറന്നു. ചില ആൾക്കാരെ നമ്മൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിലും എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നാറില്ലേ? അതുപോലെ ഒരുപാട് കാലം കാണാത്ത ഒരാളെ പറ്റി ഓർക്കുമ്പോൾ ആ ആള് പെട്ടെന്ന് ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ എത്തിപ്പെടാറില്ലേ? ഹിന്ദു ഫിലോസഫിയിൽ ഇതിനൊക്കെ ചില എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അങ്ങനെ എന്തോ ഒരു കോൺഫിഡൻസ് എനിക്ക് ജോമോനോട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഒരു സഹായം സ്വീകരിക്കാൻ എൻ്റെ ദുരഭിമാനം എന്നെ സമ്മതിച്ചത്. அவசர அவசரமா இந்த மனுஷன் எங்க போற? விடக்கூடாது. இதுக்கு தான் இவ்வளவு பில்டப்பா? சார், 2 சென்ட் இடம், 650 ஸ்கொயர் ஃபீட், உள்ள ஆட்டோவே ஓட்டலாம். திருப்பூர் மாதிரி ஒரு சிட்டியில இந்த மாதிரி ஒரு வீடு கட்ட முடியுமா? முடியாது. ஒத்துக்கிட்டு தானே ஆகணும். பாலை சாப்பிடுங்க. என்னையும் வீட்டையும் சேர்த்து எடியா. அப்பா, நான் சொன்னேன்ல என்னோட ஃப்ரெண்டு, அவர் வந்திருக்காரு. நீ வாங்க. போமா, நான் வந்துடுறேன். வைதேகியோட ஃப்ரெண்டு. ஃப்ரெண்டுனா திக் ஃப்ரெண்ட்ஸ். அப்படியா? வாங்க உள்ள போலாம். എന്താ ഫോർമലായിട്ട് ഗിഫ്റ്റ് ഒക്കെ? ഹൗസ് വാമിംഗ് അല്ലേ, ഇരിക്കട്ടെ. ഓക്കെ, ഞാനിപ്പോൾ വരാം. வின்சென்ட் சார், இது மிஸ்டர் ஜோமோ, ஆல்சோ ஃப்ரம் கேரளா, வைதேகியோட ஃப்ரெண்டு. நான் சொல்லல. ഇത് വിൻസെന്റ് സാർ, എന്നോട് ഫ്രണ്ട്. ഓൾസോ ഫ്രം കേരള. യെസ്. മിസ്റ്റർ ജോമോൻ കേരളത്തിൽ എവിടെയാണ്? ഞാൻ തൃശ്ശൂരാണ് സാർ. വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. ഞാനും ഓൾസോ ഫ്രം തൃശ്ശൂർ. அடடடா, 2 பேரும் ஒரே நாட்டுக்காரங்க. அப்புறம் என்ன, வாங்க வீட்டை சுத்தி பார்க்கலாம். வாங்க சார், இதான் கிச்சன். பாத்தீங்களா, கேஸ் ஸ்டவ், 10 கிலோ அரிசியை ஒரே நேரத்துல வேக வைக்கலாம். சூப்பர். இது பாருங்க, ஸ்டீல் செல்ஃப், எத்தனை குண்டா வேணாலும் அடுக்கி வைக்கலாம். இதை தாண்டி முக்கியமான ஒரு இடத்த உங்களுக்கு காட்ட போறேன். வாங்க வாங்க வாங்க. இதை நான் போய் எடுத்துட்டு வரேன். வைதேகியோட ஃப்ரெண்ட்ஸுங்களா? ஆமா அங்கிள். ஜன்னலை திறந்து வச்சேன்னு வைங்க, சூரியனை தொடலாம். இந்த பாருங்க, சீலிங் ஃபேன் 499 ரூபா 99 பைசா. எதுக்கு தான் இந்த 99 பைசா வைக்கிறானே தெரிய மாட்டேங்குது சார். இங்க பாருங்க, பாத்தீங்களா, வீட்டுக்குள்ளேயே பாத்ரூம்.
ஆ எக்ஸாஸ்ட் ஃபேன். ஆமாங்க, வெளியே இருக்கிற காத்து அப்படியே உள்ள வரும். போனீங்கன்னு வச்சுக்கங்க, நிம்மதியா இருந்துட்டு வரலாம். இருக்கிறதே ஒரு லைஃப். காசை சேர்த்து வச்சு என்ன சார் பிரயோஜனம்? லாவிஷா செலவு பண்ணுங்க, சந்தோஷமா இருக்கலாம். அது கரெக்ட் அல்லே மிஸ்டர் ஜோமோன்? அதே மிஸ்டர் வின்சென்ட். சரி சார், நான் அப்புறம் ஆ, கோழியை கொதிக்க வச்சுட்டு வீட்டுக்கு போனா எப்படி? டின்னர் ரெடியா இருக்கு, சாப்பிட்டு தான் போகணும். ആ. പെരുമാളുടെ മകള് നിന്റെ തിക് ഫ്രണ്ട് ആണെന്നാണല്ലോ പറഞ്ഞത്. ഇതെപ്പ സംഭവിച്ചു? അത് ആ കുട്ടിയുടെ കമ്പനി ഞങ്ങളുടെ കമ്പനിക്ക് നല്ല ഓർഡർ തരാറുണ്ട്. അതാ. ഓ, അപ്പൊ രണ്ട് കമ്പനികൾ തമ്മിലുള്ള ബന്ധമാണ്. അതെ. അപ്പൊ പ്രശ്നമില്ല. ഇതെവിടെ നിന്ന് കിട്ടി? നീ വാങ്ങി തന്നില്ലെങ്കിൽ എനിക്ക് കിട്ടില്ലെന്ന് വിചാരിച്ചോ? നമ്മൾ ഈ പരിപാടി നിർത്തിയതല്ലേ? സത്യം പറ, അപ്പനെ എവിടെ നിന്ന് കിട്ടി? അപ്പൊ അത് പഴയ സ്റ്റോക്കാ. ഈ ബാഗിന്റെ ഇടയിൽ കിടന്ന് വെറുതെ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പൊ ഇത് എന്റെ മുമ്പിൽ വലിക്കട്ട. ചവിട്ടരുത്, ചവിട്ടരുത്. ആ സിഗരറ്റിന്റെ വില എന്താണെന്ന് നിനക്ക് അറിഞ്ഞൂടാ. വിലയൊക്കെ പാക്കറ്റ് തുടരുത്. ഞാൻ മനസ്സിലാക്കിക്കോളാം. ചുണ്ടിരുന്ന സിഗരറ്റ് എടുത്ത് കളയുക, കയ്യിലിരുന്ന പാക്കറ്റ് വലിച്ചെറിയുക. നീ ആര്? എന്റെ അപ്പനാ? അപ്പന്റെ അപ്പാപ്പൻ. ഹെ,